ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു പുതിയ പ്രഖ്യാപനവുമായിട്ടാണ് കോൺഗ്രസ് വന്നിട്ടുള്ളത്. അതായത് നേരത്തെ കർഷകരുടെ വായ്പ എഴുതി തള്ളുന്നു, അത് കഴിഞ്ഞ് മിനിമം വേതനം എന്നുള്ള പദ്ധതി ഞങ്ങൾ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുന്നു. ഇതാ ഇപ്പോൾ മഹാരാഷ്ട്രയെ വിറപ്പിച്ചുകൊണ്ട് BJPയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് വലിയ ഒരു പ്രഖ്യാപനമാണ് മഹാരാഷ്ട്രയിൽ രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇതാണ്: മുംബൈയിലെ എല്ലാ ചേരി നിവാസികൾക്കും 500 സ്ക്വയർ ഫീറ്റിലുള്ള വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നുള്ള വലിയ പ്രഖ്യാപനം. ഞെട്ടിയിരിക്കുകയാണ് മഹാരാഷ്ട്ര. BJPയുടെ സഖ്യമായിട്ടുള്ള, അതായത് ശിവസേനയും BJPയും ഇപ്പോൾ നിലവിൽ മഹാരാഷ്ട്രയിൽ സഖ്യം ചേർന്നു. നേരത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം മഹാരാഷ്ട്രയിൽ ഒരു മികവ് കാണിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ BJP നിൽക്കുമ്പോഴാണ് അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പുതിയ പ്രഖ്യാപനം വന്നത്. അതായത് ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി നിലവിലുള്ളത് ഇന്ത്യയിലാണ്. അതായത് ധാരാവിയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി എന്ന് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയുള്ള വലിയൊരു ചേരിയാണ് മുംബൈയിലുള്ളത്. അപ്പോൾ ഈ ഒരു പ്രഖ്യാപനം തീർച്ചയായും കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതായത് നേരത്തെ കോൺഗ്രസ് പറഞ്ഞു മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും രാജസ്ഥാനിലും അധികാരമേറ്റ ഉടൻ തന്നെ കോൺഗ്രസ് പറഞ്ഞു 3 സംസ്ഥാനങ്ങളിലെയും കാർഷിക വായ്പകൾ എഴുതി തള്ളുമെന്നുള്ളത്. അത് പരിപൂർണമായി നടപ്പിലാക്കിയ രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ് പറയുന്നത് മുംബൈയിലെ മുഴുവൻ ചേരി നിവാസികൾക്കും 500 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ ഞങ്ങൾ അധികാരത്തിലേറി ഉടൻ തന്നെ സമ്മാനിക്കുമെന്ന്. അതിന് 10 ദിവസം രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ടെങ്കിലും 2 ദിവസമാണ് എനിക്ക് ഇതിന്റെ പണി തുടങ്ങാൻ വേണ്ടത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വലിയ മാറ്റങ്ങൾ സമ്മാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.